പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് മുക്കുള്ള ഒമേഗ യൂസ് ബൈക്കിലാട്ടത് നമ്മുടെ ഷാക്കിറിന്റെ അത്യാവശ്യം പെരുന്നാളൊക്കെ അല്ലേ, ഓഫർ എന്തെങ്കിലും ഉണ്ടോ? പെരുന്നാൾ മാക്സിമം റേറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? നമുക്ക് കുറെ 10-60 വണ്ടികളുണ്ടല്ലോ ഇപ്പൊ അവിടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നമുക്ക് 2 വീഡിയോ ഒക്കെ ചെയ്യാം, 2 പാട്ട്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഗിയർലെസ്സും കാണിക്കാം, അടുത്തതിൽ ബൈക്കുകളും കാണിക്കാം. നമുക്ക് ഡീറ്റെയിൽ നോക്കല്ലേ? അത് നമുക്ക് ഏതർന്ന് തുടങ്ങാം അല്ലേ? ഏതർ 2022 മോഡലാണ്. പിന്നെ 19,000 കിലോമീറ്റർ വണ്ടി ആകെ ലെവൽ ഓടിയിട്ടുള്ളൂ. ആകെ 19,000 കിലോമീറ്റർ ഏതർ. 2021 മോഡൽ, 22 മോഡല്. അപ്പൊ വാറണ്ടി ഇനി ബാക്കി ഉണ്ടാവും അല്ലേ? വാറണ്ടി ബാക്കി 3 കൊല്ലം കൂടി വാറണ്ടി ബാക്കിയുണ്ട്. ബാക്കിയുള്ള വണ്ടിയാണ്. കണ്ടീഷനുള്ള വണ്ടി, ഫുൾ കണ്ടീഷൻ വണ്ടി, സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 95,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 95,000 രൂപ കിട്ടോ? ഏതർ 2022 മോഡൽ ഏതർ കിട്ടും. അത് 3 കൊല്ലം ഇനി വാറണ്ടി ഉള്ള വണ്ടി അല്ലേ? ആക്റ്റീവയിൽ വരുന്ന 2021 മോഡലിൽ വരുന്ന BS6 വരുന്ന മോഡലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്നത്. 2021 BS6 വരുന്ന വണ്ടി അല്ലേ? അതെ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 15,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ ആക്റ്റീവ് ആകെ ഓടിയുള്ളൂ. ഹൈബ്രിഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ LED ലൈറ്റ് വരുന്ന മോഡലാണ്. ബാക്കിലാണ് പെട്രോൾ ഓപ്പൺ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഷോറൂമിൽ ഇറങ്ങുന്ന അതേ മോഡൽ വരും. നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ. പെട്രോളിംഗ് ഓപ്പൺ ബാക്കിലാട്ടോ വരുന്നുണ്ട്. സിംഗിൾ ആർച്ചോണർ വണ്ടിയാണ്. സെക്കൻഡ് ചായ കാര്യങ്ങളെല്ലാം ഉണ്ട്. KL 85 വരുന്ന വണ്ടിയാണ്. അതെ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 70 റുപ്യ പ്രൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 70,000 രൂപ കിട്ടോ? അത്യാവശ്യം നീറ്റുള്ള വണ്ടി അല്ലേ? വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. അപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നോക്കിയിട്ട് ചെയ്തു തരും. അപ്പൊ എല്ലാവരും ചോദിച്ച് വാങ്ങണ്ട. അത് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരും. അതെ. അടുത്ത എൻഡോർക്ക് 2023 മോഡൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന മോഡൽ XT എന്ന് പറഞ്ഞ മോഡൽ. 2023 മോഡൽ അല്ലേ? 2023 മോഡല് 9,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് ഇവിടെ ചോദിക്കുന്ന റേറ്റ് 90 നമുക്ക് മാക്സിമം റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെഗോഷിയേറ്റ് ചെയ്യാം. 90 ചോദിക്കുന്നത്. എന്നാലും നമുക്ക് ചെയ്തിട്ടുള്ള റേറ്റ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ വേണ്ടി. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഹൈബ്രിഡ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. BS6 വരുന്ന മോഡലാണ്. സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ആർച്ചോണർ വണ്ടിയാണ്. നല്ലൊരു വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ. അടുത്ത വണ്ടി, അടുത്തത് ജൂപ്പിറ്ററിൽ 2022 മോഡൽ വരും. 2022 മോഡൽ ജൂപ്പിറ്റർ അല്ലേ? അതെ. കേൾപ്പാർന്ന വണ്ടിയാണ്. സിംഗിൾ ഓണറുള്ള വണ്ടി. ഇത് സിംഗിൾ ആർച്ചോണർ വണ്ടിയാണ്. പിന്നെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 12,000 കിലോമീറ്റർ വണ്ടി. ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡൊക്കെ വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ടയേഴ്സിന്റെ അസുഖം കേട്ടോ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 77 റുപ്യ പ്രൈസ് ചെയ്തു. 77,000 രൂപ അല്ലേ? അപ്പൊ 77,000 രൂപ കേട്ടോ. അടുത്ത ജൂപ്പിറ്ററോ? അടുത്തത് 2021 മോഡൽ വരുന്നത്. 2021 മോഡൽ TVS ജൂപ്പിറ്റർ. അതും കേൾപ്പാർന്ന വരുന്ന വണ്ടിയാണ്. LED ഡിജിറ്റൽ മീറ്റർ വരുന്നു. LED ലൈറ്റ് വരുന്നതാണ്. ഡിജിറ്റൽ വരുന്ന മോഡലാണ് വരുന്നത്. പിന്നെ ജൂപ്പിറ്ററിന്റെ നോർമൽ മോഡൽ അല്ല വരുന്നത്, ZX വരുന്നത്. എന്താ വ്യത്യാസം? വേരിയന്റ് വ്യത്യാസം? ZX ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കളർ വ്യത്യാസം വരും. സീറ്റ് കളർ കുറച്ച് വ്യത്യാസങ്ങൾ വരും. വില ഷോറൂം കുറച്ച് കൂടുതൽ വരുന്ന മോഡലാണ്. നമ്മളെ റേറ്റ് എങ്ങനെയാണ്? നമ്മളെ റേറ്റ് 2021 മോഡലാണ്. ഒരു 70 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 70,000 രൂപ അല്ലേ? അപ്പൊ 70,000 രൂപയ്ക്ക് ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി കേട്ടോ. വണ്ടി ഉണ്ടല്ലേ? അടുത്ത ജൂപ്പിറ്ററോ? അടുത്തത് 2020 മോഡൽ വരുന്ന ജൂപ്പിറ്റർ. 2020 TVS ജൂപ്പിറ്റർ. അതും കേൾപ്പാർന്നിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സിംഗിൾ ആർച്ചോണർ വണ്ടിയാണ്. ഈ കാണുന്ന വണ്ടിയൊക്കെ ഇപ്പോൾ സിംഗിൾ ആർച്ചോണർ അല്ലേ? സിംഗിൾ ആർച്ചോണർ വരുന്ന വണ്ടി. ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ 24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. 24,000 കിലോമീറ്റർ അല്ലേ? പുതിയ ടയേഴ്സ് ആണ് വരുന്നത്. ടയറും കാര്യമൊക്കെ പുതിയതാണ്. എങ്ങനെയാണ് നമ്മളെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 60,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 60,000 അല്ലേ? 2020 മോഡൽ. 2020 മോഡൽ 60,000 രൂപ കേട്ടോ. അത്യാവശ്യം വണ്ടി നീറ്റാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. റണ്ണിങ് കണ്ടീഷൻ ആണ്. കാര്യങ്ങളൊന്നും ഇല്ല. ബ്ലാക്ക് ജൂപ്പിറ്റർ. ബ്ലാക്ക് കുറച്ച് മോഡൽ കുറഞ്ഞ 2017 മോഡൽ വരുന്നുണ്ട്. 2017 ജൂപ്പിറ്റർ. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 43,000 കിലോമീറ്റർ ഓടിയ. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതും ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പി കണ്ണാടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
നീറ്റാണ് വണ്ടി. വൃത്തിയുള്ള വണ്ടിയാണ്. 2017 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി. അതെ. റേറ്റ് എങ്ങനെയാണ്? റേറ്റ് 45,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 45,000 അല്ലേ? 45,000 രൂപ TVS ജൂപ്പിറ്റർ കേട്ടോ. വണ്ടി ബാക്കി എല്ലാ കാര്യം കണ്ടീഷൻ അല്ലേ? ഫുൾ കണ്ടീഷൻ ആണ്. കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ആക്കിയിട്ട് വെക്കുന്നതാണ്. നമ്മൾ അതേപോലെ വണ്ടി എക്സ്ചേഞ്ച് എടുക്കുവോ? ഏത് വണ്ടിയും മുമ്പോട്ടുള്ള ഏത് വണ്ടിയും നമുക്ക് എക്സ്ചേഞ്ചിൽ എടുക്കാൻ പറ്റും. പേപ്പർ ഇത് മിനിമം അങ്ങനെ എന്താ? മിനിമം ഒരു 2 വർഷമെങ്കിലും പേപ്പറുള്ള വണ്ടി, 2 വർഷം മുന്നോട്ട് പേപ്പറുള്ള വണ്ടിയാണ് നമുക്ക് എടുക്കാം അല്ലേ? അപ്പൊ വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് എടുക്കും ചെയ്യാം കേട്ടോ. ഇത് ഏതാ യമഹന്റെ? ഇത് യമഹ അൽഫ 2017 മോഡൽ വരുന്നത്. യമഹ അൽഫ കേട്ടോ. മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ. 2017 മോഡൽ അല്ലേ? ഇത് നല്ല ബോഡിയും കാര്യമൊക്കെ വൃത്തിയുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ ആണ്. പൊട്ടും കാര്യങ്ങളൊന്നുമില്ല. കേൾപ്പാകുന്ന വണ്ടി തന്നെയാണ്. നീറ്റാ വണ്ടി അല്ലേ? ഇത് സിംഗിൾ ആർസി ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? ഇത് 30,000 ഉള്ളിൽ കിലോമീറ്റർ ഓടിയത്. 30,000 കിലോമീറ്റർ ഉള്ളിൽ വണ്ടി ഓടിയുള്ളൂ. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 33,000 പ്രൈസ്. 33,000 അല്ലേ? 33,000 രൂപ കിട്ടും. യമഹന്റെ ആൽഫ 2017 മോഡലാണ്. 17 മോഡലാണ്. മോഡൽ നോക്കണോ? അല്ലേ? 2017 മോഡലാണ്. 33,000 രൂപ. കുറച്ച് കുറവുള്ള വണ്ടി. ഇതിന് മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 45 ഒക്കെ മൈലേജ് കിട്ടും. 45 മൈലേജ് കിട്ടും. 45-നുള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും. 45,000 കിലോമീറ്റർ അല്ല, 45,000 മൈലേജ് കിട്ടും എന്തായാലും. അടുത്ത വണ്ടി അടുത്തത് ആക്റ്റീവ 125 വരുന്ന മോഡൽ. ആക്റ്റീവ 125 വരുന്നത് അല്ലേ? ഏത് കൊല്ലം? ഇത് 2016 മോഡൽ. 2016 ആക്റ്റീവ 125. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. KL-14 വരുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം നീറ്റാണ്. വേറെ പെയിന്റ് കാണുന്ന പക്കാ നീറ്റ് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 125 ആകുമ്പോൾ ഷോക്ക് ആബ്സറും ടയറും കുറച്ച് വലിയ ഷോക്കും ടയറും വരിക. ഓടിക്കാൻ കുറച്ചുകൂടി സുഖം ഉണ്ടാവും. പിന്നെ ഡിജിറ്റൽ മീറ്റർ വരും മോഡലാണ്. ഓക്കെ, ടയർ സൈസ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതെ, ടയർ കുറച്ചും കൂടി വലുത്, ഷോക്ക് ആബ്സർ വലുത് വരും. ഡിജിറ്റൽ മീറ്ററിലാണ് വരിക. ഓടിക്കാൻ കുറച്ചും കൂടി ആക്റ്റീവ സാധാ ആക്റ്റീവിനേക്കാൾ കുറച്ചും കൂടി സുഖം ഉണ്ടാവും. കംഫർട്ട് ഉണ്ടാവും. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് വരുന്നത് 35,000 പ്രൈസ്. 35,000. ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? 35,000 രൂപ കേട്ടോ. അടുത്ത ആക്റ്റീവ നോർമൽ ടൈപ്പിൽ വരുന്ന 2014 മോഡൽ. 2014 ആക്റ്റീവ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ അത്യാവശ്യം ഓടി ഉണ്ടാവും. 50,000-നുള്ളിൽ എന്തായാലും കിലോമീറ്റർ. വണ്ടി കണ്ടീഷൻ ആണ്. എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിയും കാര്യമൊക്കെ നല്ല വൃത്തിയിലാണ്. എഞ്ചിൻ ഭാഗം കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഭാഗമൊക്കെ കണ്ടീഷനാണ്. പിന്നെ ആക്റ്റീവ് ആണ്. മാർക്കറ്റുള്ള വണ്ടിയാണ്. ഇത് 30,000 പ്രൈസ് വരുന്നത്. 30,000 അല്ലേ? 30,000 രൂപ കിട്ടോ. ഡിയോ ഏതാ മോഡല്? ഡിയോയില് 2020 മോഡല്. BS6 വരുന്ന മോഡലാണ്. ഹൈബ്രിഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ആണ്. 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ആർസി ഓണർ വണ്ടി. ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. നല്ല നീറ്റ് ഷോറൂം കണ്ടീഷൻ തന്നെ പറയില്ല വണ്ടിയാണല്ലേ? അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. KL-14 വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? അതെ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 60 പ്രൈസ് വരുന്നത്. 60,000 രൂപ അല്ലേ? അപ്പൊ 60,000 രൂപ കേട്ടോ ഡിയോ. അടുത്ത് വണ്ടി സ്കൂട്ടി പെപ്പ് 2022 മോഡൽ വണ്ടി. 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 2022 ആകെ 6,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? ആകെ 6,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ആർസി ഓണർ വണ്ടിയാണ്. ലേഡീസ് വണ്ടി അല്ലേ? ലേഡീസ് തന്നെ ഉപയോഗിച്ച വണ്ടിയാണ്. ലേഡീസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടി. KL-85 വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആർസി ഓണർ. ആകെ 6,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി അല്ലേ? ആകെ 6,000 ഓടിയിട്ടുള്ളൂ. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി ഇറക്കിയ സാധനങ്ങളാണ്. കാര്യങ്ങളൊന്നും കണ്ടാൽ തന്നെ പറയും. നല്ല എങ്ങനെയാണ് റേറ്റ് വരുന്ന വണ്ടിക്ക്? ഇത് 53 ഇവിടെ പ്രൈസ് ചോദിക്കുന്നത്. മാക്സിമം 50 രൂപ വരെ നമ്മൾ ചെയ്തത്. 50,000 രൂപ അല്ലേ? അപ്പൊ 50,000 രൂപക്ക് വെറും 6,000 കിലോമീറ്റർ ഓടിയ വണ്ടിട്ടോ. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അടുത്ത എൻടോർക്ക്. 2019 മോഡൽ വരുന്ന എൻടോർക്ക്. 2019 എൻടോർക്ക് അല്ലേ? അതെ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒക്കെ ബാക്കി കണ്ടീഷൻ അല്ലേ? ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 30,000-നുള്ളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 ഉള്ളിൽ ഓടിയുള്ളൂ. അപ്പൊ റേറ്റ് എങ്ങനെയാണ്? ഇത് 56,000 പ്രൈസ് ചെയ്തുള്ളൂ. 56,000 അല്ലേ? അപ്പൊ 56,000 രൂപ കേട്ടോ എൻടോർക്ക്. 2019 മോഡൽ വരുന്നു. അടുത്ത വണ്ടി അടുത്തത് റേസെറ്റാർ 2019 മോഡൽ വരുന്നു. 2019 റേസെറ്റാർ അല്ലേ? 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കണ്ടീഷൻ വണ്ടിയാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല.
ഇത് സെക്കൻഡ് RC ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? ഇത് ഡിസ്ക് ബ്രേക്ക് വരും, അലോയിൽ വരും. അലോയിലും ഡിസ്കോ വരുന്നുണ്ട്. ടയേഴ്സ് അത്യാവശ്യം ടയർ ഉണ്ട്. KL 69 വരുന്ന വണ്ടി അല്ലേ? നീറ്റല്ലേ? ഫുൾ കണ്ടീഷൻ. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 40 രൂപ രജിസ്റ്റർ ചെയ്തു. 40,000 രൂപ കേട്ടോ. അടുത്തത് ആക്സസ് 2013 മോഡൽ. 2013 ആക്സസ് അല്ലേ? KL 63 വരുന്നത്. കിലോമീറ്റർ അത്യാവശ്യം ഓടി ഉണ്ടാവും അല്ലേ? കിലോമീറ്റർ ഒരു 50-60 ഉള്ളിലൊക്കെ എന്തായാലും. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് RC ഓണർ വണ്ടിയാണ്. സെക്കൻഡ് RC ആണ് അത്. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 20,000 പ്രൈസ് ചെയ്ത് കൊടുക്കാം. 20,000 അല്ലേ? അപ്പൊ 20,000 രൂപ വണ്ടി അല്ലേ? അപ്പൊ നമ്മളെ ഇപ്പൊ ഉള്ള ഗിയർലെസ്സിൽ കുറഞ്ഞില്ലേ? ലോ ബഡ്ജറ്റിൽ വരുന്ന വണ്ടി. അപ്പൊ 20,000 രൂപ വണ്ടിയോട് സ്റ്റാർട്ട് ചെയ്യണ്ടേ? കണ്ടീഷൻ വണ്ടി റണ്ണിങ് കണ്ടീഷൻ വണ്ടി റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആണ്. വണ്ടി വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. 2013 മോഡല് വൃത്തിയുള്ള കണ്ടീഷൻ ഉണ്ട്. അടുത്തത് ഏവിയേറ്റർ 2019 മോഡൽ. 2019 ഏവിയേറ്റർ അല്ലേ? അതെ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ RC ഓണർ വണ്ടിയാണ്. ലേറ്റസ്റ്റ് മോഡൽ വരുന്ന LED ലൈറ്റ് ഒക്കെ വരുന്ന മോഡലാണ്. 2019 മോഡൽ വണ്ടി. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 30,000 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 30,000 ഉള്ളിലെ വണ്ടി ഓടിയുള്ളൂ. വണ്ടി ഫുൾ കണ്ടീഷൻ, പക്ക കണ്ടീഷൻ വണ്ടിയാണ്. കംപ്ലൈന്റ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഒരു 56,000 പ്രൈസ് ചെയ്തു. 56,000 അല്ലേ? 2019 മോഡൽ. 56,000 രൂപക്ക്. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ബൈക്കിന്റെ ആക്കി ചെയ്യാം. പിന്നെ നമ്മളെ EMI ലോണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? EMI എന്ന് വെച്ചാൽ 2015 മോഡൽ മുതൽ മുകളിലോട്ടുള്ള എല്ലാ വണ്ടിക്കും EMI ചെയ്ത് കൊടുക്കാൻ പറ്റും. സിവിൽ സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ ബാങ്ക് ലോൺ ചെയ്യുന്നത്. സിവിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ ബാലുശ്ശേരി താമരശ്ശേരിന്റെ ഒരു സെന്റർ വരുന്ന സ്ഥലമാണ്. എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് വരുന്നത്. നമ്മൾ കോഴിക്കോട് വരാണെങ്കിൽ ഒന്നുകിൽ ബാലുശ്ശേരി വഴിക്ക് വരാം, അല്ലെങ്കിൽ താമരശ്ശേരി വഴിക്ക് വരാൻ പറ്റും. 2 ബസ് വരികയാണ്. നമുക്ക് ഇറങ്ങിയാണ് മാറി വരാൻ മതി അല്ലേ? അവര് ചോദിച്ചാൽ എസ്റ്റേറ്റ് ബുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം അറിയുന്ന സ്ഥലം. ഞാൻ എന്തായാലും ബ്രോന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിന്റെ ലൊക്കേഷൻ മാപ്പ് ഒക്കെ കൊടുക്കാം. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.